ചെയ്തിരുന്നത്, അതിന്റെ പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ 1-2 പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്തതിന് ശേഷം അടുത്ത പ്രോപ്പർട്ടി ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതും. Show that x bar is a sufficient estimator of x bar is a sufficient estimator of x bar is a sufficient estimator of p. X bar is a sufficient estimator of p when samples of size are taken from a binomial population. When samples of size are taken from a binomial population with parameters capital N and P, where capital N is given. Now your question item. Show that x bar is a sufficient estimate of p when samples of size n, small letter n. When samples of size small letter n are taken from a binomial population with the parameters capital N and P, where capital N is given. Size of show that x bar is a sufficient estimator of p when samples of size small letter n. Sample size small n എന്നല്ലേ denote ചെയ്യാം. Samples of size small letter n are taken from a binomial population with parameters capital N and P. Sample size small n എടുത്തതുകൊണ്ടാണ് ബൈനോമിയൽ പാരാമീറ്ററിനെ നമ്മൾ ക്യാപിറ്റൽ N എന്ന് കൊടുത്തത്. അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ സ്മോൾ n ആൻഡ് സ്മോൾ p അല്ലേ പാരാമീറ്റർ, അല്ലേ? ബൈനോമിയൽ പാരാമീറ്റർ np അല്ലേ? അപ്പൊ നമ്മളിവിടെ ഓൾറെഡി n സാമ്പിൾ സൈസിന് എടുത്തുകൊണ്ട് അതിന് ക്യാപിറ്റൽ N എന്ന് ഡിനോട്ട് ചെയ്തതേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ക്യാപിറ്റൽ N is given. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ശ്രദ്ധിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യുന്നത് ഫോർ എ ബൈനോമിയൽ പോപ്പുലേഷൻ സാമ്പിൾ മീൻ x bar is a sufficient estimator of p എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ബൈനോമിയൽ പോപ്പുലേഷൻ ആയതുകൊണ്ട് അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമുക്കറിയാം. f of xi, p equal to ncxi p raised to xi 1 minus p raised to n minus xi, where xi equal to 0, 1 etc. up to n. അല്ലേ? നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. L of x1, x2, etc. xn, p. It is nothing but the joint probability function of the sample f of x1, x2, etc. xn, p. ഇവിടെ റാൻഡം സാമ്പിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? f of x1, p into f of x2, p etc. f of xn, p എന്ന് എഴുതാം. അല്ലേ? f of x1 p is ncx1 p raised to x1 1 minus p raised to n minus x1. അല്ലേ? into etc. ncxn p raised to xn 1 minus p raised to n minus xn. നമ്മൾ എന്ത് ചെയ്തു? ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാണ്. ncx1 into ncx2 into etc. ncxn നമ്മൾ ഒരുമിച്ച് എഴുതി. p raised to x1 into p raised to x2 etc. p raised to xn ഉണ്ട്. അതായത് p raised to x1 plus etc. plus xn. Then 1 minus p raised to n minus x1 plus n minus x2 plus etc. plus n minus xn. അല്ലേ? ഇതെങ്ങനെ എഴുതാം? ncx1 into etc. into ncxn into p raised to x1, x2, etc. xn നമുക്ക് p raised to nx bar
summation xi അല്ലേ summation xi is nx bar then 1 minus p raised to ഇവിടെ ക്യാപിറ്റൽ n എത്ര ഉണ്ട് എത്ര ടൈംസ് ഉണ്ട് സ്മോൾ n ടൈംസ് ഉണ്ട് അല്ലേ നമുക്കിത് എങ്ങനെ എഴുതാം സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ n മൈനസ് പിന്നെ ബാക്കി x1 പ്ലസ് എക്സെട്ര പ്ലസ് x എന്നാണ് വരിക അതായത് nx ബാർ എഴുതാന് ഈ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം 1 മൈനസ് p റേസ് ടു ക്യാപിറ്റൽ n ഇൻറ്റു സ്മോൾ n മൈനസ് ഓഫ് x1 പ്ലസ് എക്സെട്ര പ്ലസ് x എന്ന് എഴുതാം ഈ x1 പ്ലസ് എക്സെട്ര പ്ലസ് x എന്നാണ് nx ബാർ ആയിട്ട് മാറുന്നത് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് x bar is a sufficient estimator of p എന്നാണ് അപ്പൊ ഇതില് ഫസ്റ്റ് ടേമിന് ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന ഈ ടേമിനെ നമ്മൾ L1 ആയിട്ട് എടുക്കുന്നു കാരണം ഇതിലാണ് p യും x ബാറും വന്നിരിക്കുന്നത് അപ്പൊ L1 into L2 where L1 equal to p raised to nx bar into 1 minus p raised to small n into capital N minus nx bar and L2 is equal to ncx1 into etc into ncxn അല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് x bar is a sufficient estimator of p അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x ബാറും p യും മാത്രമുള്ള ഒരു ഫംഗ്ഷനും രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാരാമീറ്റർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ p ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 3 ടേമുകളുണ്ട് ഈ രണ്ട് ടേമിലും p വരുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ടേമിനെയും കൂടി നമ്മൾ ഒരുമിച്ച് L1 ആയിട്ട് എടുത്തു ഇതിലാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ഓഫ് p ആയിട്ട് വരുന്നത് ഈ ടേം ആണ് ncx1 etc ncxn ആണ് ഇൻഡിപെൻഡന്റ് ഓഫ് p ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ L2 ആയിട്ട് എടുത്തു സോ ബൈ ഫാക്ടറൈസേഷൻ തിയറം x bar is a sufficient estimator of p എന്ന് നമുക്ക് പറയാം മനസ്സിലായോ ഒന്നുകൂടി പറയണോ ഇന്നലെയൊക്കെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് കേട്ടോ since x1 x2 etc xn follows b capital N comma p since x1 x2 etc xn follows b capital N comma p we have f of xi p 0 less than or equal to p less than or equal to 1 and 0 elsewhere. ബൈനോമിയലിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഴുതുക അതിനുശേഷം കൺസിഡർ എന്ന് പറഞ്ഞിട്ട് ലൈവ്ലിഹുഡ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം ഈ L1 into L2 വരെ എഴുതുക വേറെ L1 എന്താണെന്ന് എഴുതുക L2 എന്താണെന്ന് എഴുതുക ഞാൻ ഒന്നുകൂടി പറയാം since x1 x2 etc xn follows b capital N comma p we have f of xi p എന്ന് പറഞ്ഞിട്ട് ബൈനോമിയലിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അത് എഴുതുക അതിനുശേഷം കൺസിഡർ L of x1 x2 etc xn comma p എന്ന് പറഞ്ഞിട്ട് ഇവിടെ മുതൽ L1 into L2 വരെ എഴുതുക വേറെ L1 എന്താണ് L2 എന്താണെന്ന് എഴുതുക അതുവരെ എഴുതിയിട്ട് പറയാം
Here L1 is a function of P and X bar. L1 is a function of P and X bar, and L2 is independent of P. L2 is independent of P. L2 is independent of P. Hence, by factorization theorem, X bar is a sufficient estimator of P. Hence, by factorization theorem, X bar is a sufficient estimator of P. Examine the sufficiency of summation I equal to 1 to n xi square for sigma square in the n0 sigma square distribution. In the n0 sigma square distribution. Area. Okay. ഇവിടെ ശ്രദ്ധിക്കാം, നമുക്കിവിടെ x1, x2, etc. xn എന്ന റാൻഡം സാമ്പിൾ ഫോളോ ചെയ്യുന്നത് n0 സിഗ്മ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ what is f of xi, sigma square mu 0 ആണ്. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനില് മ്യൂവിന് 0 ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യും? 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into x minus mu whole square എന്നാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ mu 0 ആയതുകൊണ്ട് അതെന്തായി? xi സ്ക്വയറിന് മാത്രമായി. മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ x ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. ഈ പ്രോബബിലിറ്റി PDF എഴുതിയത് മനസ്സിലായില്ലേ? n0 സിഗ്മ സ്ക്വയർ ആണ്. n mu സിഗ്മ സ്ക്വയർ ആയിരുന്നെങ്കിൽ ഇവിടെ xi മൈനസ് mu ഹോൾ സ്ക്വയർ വന്നേനെ. ഇവിടെ mu 0 ആയതുകൊണ്ട് 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into xi square എന്നായിരിക്കും PDF വരിക. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ഇതിനെങ്ങനെ എഴുതാം? ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. L of x1, x2, etc. xn, sigma square. അതിന് നമുക്ക് f of x1, x2, etc. xn, sigma square എഴുതാം. റാൻഡം സാമ്പിൾ ആയതുകൊണ്ട് f of x1, sigma square, etc. f of xn, sigma square എഴുതാം. f of x1 sigma square is 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into x1 square, etc. 1 by sigma root 2 pi e raised to minus 1 by 2 sigma square into xn square. അതിൽ നമ്മൾ 1 by sigma root 2 pi കളെല്ലാം ഒരുമിച്ചെടുത്തു. 1 by sigma root 2 pi etc. അങ്ങനെ എത്ര എണ്ണം വരും? n എണ്ണം വരും. n സാമ്പിൾ ആയതുകൊണ്ട്. into ബാക്കി എന്തായാലും e raised to minus 1 by 2 sigma square കോമൺ എടുത്താൽ x1 square plus x2 square plus etc. plus xn square എഴുതാം. അല്ലേ? ഇതൊരു എഴുതിയത് മനസ്സിലായോ? മനസ്സിലായി. എഴുതും. Let x1, x2, etc. xn x1, x2, etc. xn be a random sample. x1, x2, etc. xn be a random sample taken from the population n0 sigma square. Taken from the population n0 sigma square.
summation n0 sigma square. Then f of xi comma sigma square equal to f of xi comma sigma square equal to ബോർഡിലുണ്ട് നോക്കി എഴുതട്ടോ. ഇത് ശ്രദ്ധിച്ച് എഴുതാ, തെറ്റിക്കാതെ. Consider L of x1, x2, etc. xn comma sigma square. Consider L of x1, x2, etc. xn comma sigma square. ഇവിടെ മുതൽ ഇതുവരെ എഴുതാം കേട്ടോ, ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എഴുതാം, എഴുതി കഴിഞ്ഞാൽ പറയാം. ഇല്ലാലോ പോയിട്ടില്ലാലോ. എഴുതിയോ? ശരി. എല്ലാവരും കഴിഞ്ഞോ? കഴിഞ്ഞു. നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ n equal to 1 by sigma root 2 pi n times ഉണ്ട് അല്ലേ? 1 by sigma root 2 pi into 1 by sigma root 2 pi etc. 1 by sigma root 2 pi n samples ഉള്ളതുകൊണ്ട് തന്നെ whole raised to n എന്ന് എഴുതാം നമുക്ക്. പിന്നെ e raised to minus 1 by 2 sigma square into ഇതിന് summation equal to 1 to n xi square. x1 square plus etc. plus xn square നമുക്ക് summation symbol യൂസ് ചെയ്തുകൊണ്ട് എഴുതാം. summation equal to 1 to n xi square എന്ന് എഴുതാം. this is equal to L1 of summation xi square comma sigma square into L2 where L1 is equal to 1 by sigma root 2 pi whole raised to n into e raised to minus 1 by 2 sigma square into summation equal to 1 to n xi square and L2 equal to 1. ഇവിടെ രണ്ട് ടേമിൽ സിഗ്മ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ L2 എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ, അതായത് ഇൻഡിപെൻഡന്റ് ഓഫ് സിഗ്മ ആയിട്ട് വരാവുന്ന ഫംഗ്ഷനെ നമ്മൾ 1 ആയിട്ട് ചൂസ് ചെയ്തു. ബാക്കിയുള്ളതിനെ മൊത്തം എടുത്ത് L1 ആക്കി. ബിക്കോസ് L1 is a function of
summation xi square and sigma. Appo by factorization theorem, summation xi square is a sufficient estimator for sigma square എന്ന് പറയാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ എഴുതും. L1 L2 വരെ എഴുതൂ, ബാക്കി ഞാൻ പറയാം. sigma square summation over I equal to 1 to n xi square. That is equal to L1 into summation xi square comma sigma square into L2, where L1 equal to 1 by sigma root 2 pi all raised to n e raised to minus 1 by 2 sigma square summation I equal to 1 to n xi square. L2 equal to Here L1 is a function of summation xi square and the sigma square. Here L1 is a function of summation xi square and sigma square. And L2 is a function, L2 is independent of sigma square. L2 is independent of sigma square. L2 is independent of sigma square. Hence, by factorization theorem, summation xi square is a sufficient estimator for sigma square. Summation xi square is a sufficient estimator of sigma square. എഴുതി. സഫിഷ്യൻസിയിൽ ഇതേപോലെ ആണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ കുറെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു. ഇനി ഇതേപോലെ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് അങ്ങനെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന പോപ്പുലേഷൻ ഏതാണോ അതിന്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഏതാ, എന്നിട്ട് ആ ലൈക്ലിഹുഡ് ഫംഗ്ഷന് രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്ററും പാരാമീറ്ററും മാത്രം വരുന്ന ഫംഗ്ഷനും, രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് പാരാമീറ്റർ ആയിട്ട് വരുന്ന ഫംഗ്ഷനും. അതായത് രണ്ടാമത്തെ ഫംഗ്ഷനിൽ പാരാമീറ്റർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് എസ്റ്റിമേറ്ററിനെയും പാരാമീറ്ററിന്റെ സഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോൾ ഇത് മുക്കാലും ഇതേപോലെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതല്ലാതെ ഇപ്പൊ നമ്മൾ എക്സ്പോണൻഷ്യൽ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യാത്ത ഡിസ്ട്രിബ്യൂഷൻസ് കുറെ എണ്ണമുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഇതുപോലെ സഫിഷ്യൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞാലും ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അല്ലാതെ വെറുതെ കാണാപ്പാഠം പഠിക്കുന്ന പോലെ കാണാപ്പാഠം എഴുതി പഠിക്കണം, പക്ഷെ കാണാപ്പാഠം പഠിക്കരുത്. സഫിഷ്യൻസി എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പൊ വായിച്ചു നോക്കുക. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ നമ്മളിപ്പോ ഒരു എസ്റ്റിമേറ്ററിന്റെ 3 പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. അൺബയാസ്ഡ്നെസ്, കൺസിസ്റ്റൻസി ആൻഡ് സഫിഷ്യൻസി. ഇനി ഒരു അതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എഫിഷ്യൻസി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് T1 ഉം T2 തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് നമ്മൾ ബെസ്റ്റ് എസ്റ്റിമേറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് എസ്റ്റിമേറ്ററും നമ്മൾ ചൂസ് ചെയ്യും. ഏത് എസ്റ്റിമേറ്റർ T1 എടുത്താലാണോ തീറ്റയെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുക, അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻഫർമേഷൻസ് കിട്ടുക, അല്ല T2 യൂസ് ചെയ്താലാണോ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുക എന്ന് നമുക്ക് ഇങ്ങനെ വെറും ഇത് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം രണ്ടും അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അപ്പൊ ഇതിൽ T1 ആണോ ബെസ്റ്റ്, T2 ആണോ ബെസ്റ്റ് എന്ന് നമുക്ക് ഒരു ഏതെടുക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ വരുന്ന, അതായത് ഒന്നിൽ കൂടുതൽ അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് വരുമ്പോൾ അതിൽ ഏതാണ് ബെസ്റ്റ് എസ്റ്റിമേറ്റർ എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് വേരിയൻസുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് T എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു എസ്റ്റിമേറ്റർ ഉണ്ട്. അത് തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്ററിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് T എന്ന് പറഞ്ഞത് തീറ്റ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എസ്റ്റിമേറ്ററിന്റെ T എന്ന് പറഞ്ഞിട്ടുള്ള എസ്റ്റിമേറ്ററിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/variance of T. അതിനെയാണ് നമ്മൾ എഫിഷ്യൻസി ഓഫ് T ഇൻ എസ്റ്റിമേറ്റിംഗ് തീറ്റ എന്ന് പറയുന്നത്. 1/variance of T is known as the efficiency of T in estimating theta. If variance of T large ആണെങ്കിൽ, variance of T tends to 0 ആണെങ്കിൽ, large ആണെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. എഫിഷ്യൻസി tends to 0. ഇവിടെ നോക്കുക, വേരിയൻസ് ഓഫ് T ലാർജ് ആവുക പറഞ്ഞാൽ വേരിയൻസ് ഓഫ് T ഇൻഫിനിറ്റി വരെ പോവാം. അപ്പൊ 1/infinity എന്ന് പറയുന്നത് എന്താ വരിക, 0 അല്ലേ വരിക. അപ്പൊ വേരിയൻസ് കൂടുന്തോറും ഒരു എസ്റ്റിമേറ്ററിന്റെ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി വേരിയൻസ് ഓഫ് T സ്മോൾ ആണെന്ന് വിചാരിക്കുക, അതായത് വേരിയൻസ് ഓഫ് T tends to 0 ആണെങ്കിൽ എഫിഷ്യൻസി വിൽ ബി ലാർജ്. എഫിഷ്യൻസി വിൽ tends to infinity. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. വേരിയൻസ് ലെസ് ആണെങ്കിൽ എസ്റ്റിമേറ്റർ മോർ എഫിഷ്യന്റും, വേരിയൻസ് ലാർജ് ആണെങ്കിൽ എസ്റ്റിമേറ്റർ ലെസ് എഫിഷ്യന്റും ആവും. അപ്പൊ വേരിയൻസ് നോക്കിയിട്ടാണ് ഒരു എസ്റ്റിമേറ്ററിന്റെ എഫിഷ്യൻസി നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇപ്പൊ T എന്ന് പറയുന്നത് ഒരു തീറ്റയുടെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ അത് എത്രമാത്രം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ ആണെന്ന് ചോദിച്ചാൽ ആ എസ്റ്റിമേറ്ററിന്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. വേരിയൻസ് വളരെ ചെറിയ വാല്യൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, എഫിഷ്യൻസി മോസ്റ്റ് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ ആണ്. ഈ വേരിയൻസ് എസ്റ്റിമേറ്ററിന്റെ കൂടുതലാണെങ്കിൽ ആ എസ്റ്റിമേറ്റർ ലെസ് എഫിഷ്യന്റ് ആണ്. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? Of theta, let T be an unbiased estimate of theta. Then 1 divided by variance of T, 1 divided by variance of T, 1 divided by variance of T is known as efficiency of T is known as efficiency of T in estimating theta is known as the efficiency of T in estimating theta. Clearly, as variance of T is small, clearly as variance of T is small, clearly as variance of T is
small. Efficiency is high. Efficiency is high. And as variance of P is high, and as variance of P is high, efficiency is small. Efficiency is small. Efficiency is small. Or variance of T tends to infinity implies variance of T tends to infinity implies 1 by variance of T tends to 0, which implies efficiency tends to 0. Variance of T tends to 0 implies 1 by variance of T tends to infinity, which implies efficiency tends to infinity. That is, less variance equal to more efficient. Variance കുറവാകുമ്പോഴാണ് efficiency കൂടുക. More variance implies less efficient. More variance implies less efficient. Video. Thus 1 by variance of T is a measure of efficiency. Thus 1 by variance of T is a measure of efficiency. Of an unbiased estimate T. 1 by variance of T is a measure of efficiency of an unbiased estimate T. നല്ലെന്താ രാജാ Video. Relative efficiency.